ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നതായിരിക്കും. സ്വർണ്ണപ്പാളികളുടെ മറ്റും അളവെടുക്കാനും സാമ്പിൾ പരിശോധിക്കാനും SITക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. VSSCയിലെയും ഫോറൻസിക് സയൻസ് ലാബിലെയും അവിടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനും SITക്ക് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. CK അഭിലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വളരെ നിർണായകമായ നടപടികളിലേക്ക് SIT കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. ശാസ്ത്രീയമായ മറ്റെതിരെക്കാട്ടിലും ശാസ്ത്രീയമായ കൊള്ളയുടെ സ്ഥിരീകരണമാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. സ്ട്രോങ് റൂമിലേക്ക് നേരിട്ട് പരിശോധന എത്തുകയാണ് എന്നുള്ള വലിയ പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയായിരിക്കും സന്നിധാനത്തെ നടപടികൾ? മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തേക്ക് തിരികെ പുറപ്പെട്ടിരിക്കുകയാണ്. 8 മണിയോടുകൂടി മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർ മുഴുവൻ പേരും സന്നിധാനം വിടണം എന്നുള്ളത് കമ്മീഷണർ ഇന്നലെ ഉത്തരവായി തന്നെ മാധ്യമപ്രവർത്തകർ കൂടി ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം ലഭ്യമാക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ 8 മണിയോടുകൂടി പരമാവധി ആളുകൾ സന്നിധാന മേഖലയിൽ നിന്നും പുറത്തേക്ക് പോകും എന്ന് പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അധികൃതരും ഉറപ്പാക്കും. അതിനുശേഷമായിരിക്കും പരിശോധനയിലേക്ക് കടക്കുക. SITയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, അതായത് SP N ശശിധരൻ അടക്കമുള്ള ആളുകൾ ഇന്നലെ രാത്രി തന്നെ സന്നിധാനത്ത് എത്തിച്ചേർന്നിരുന്നു. ഏതാനും സാങ്കേതിക വിദഗ്ധരുടെ കൂടി സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു ഇവരുടെ നീക്കം. അങ്ങനെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഹൈക്കോടതിയുടെ വിശദാംശങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നതെങ്കിൽ അതിനു മുൻപ് തന്നെ അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച സൂചനകൾ ലഭ്യമാവുകയും അവർ സന്നിധാനത്തെത്തി ക്യാമ്പ് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയാക്കി ക്ഷേത്രനട അടയ്ക്കുകയും അപ്പോൾ ഏറ്റവും വേഗത്തിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി ക്ഷേത്രനട അടച്ചതിന് തൊട്ട് പിന്നാലെ പരിശോധനയിലേക്ക് കടക്കുക, അത് എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ലഭ്യമായിട്ടുള്ള വിവരവും. അതുതന്നെയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്നൊരു ദിവസം കൊണ്ട് ഇത്തരം പരിശോധനകൾ പൂർത്തിയാക്കാനാകുമോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും നിർണായകമായ നീക്കം തന്നെയാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് കർശനമായ ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ശബരിമലയിൽ നിന്നും നവീകരണത്തിനായി പുറത്തേക്ക് കൊണ്ടുപോയ പാളികൾ തന്നെയല്ല തിരികെ വന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ആസൂത്രിതമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ സംശയിക്കുന്നു. അതായത് നമ്മൾ ഇത്രയും നാളും കുറെ തവണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഒരുപക്ഷെ നമ്മൾ കേട്ടതിലും വലുതായിരിക്കും എന്നുള്ളത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ, SITയുടെ നടപടികളൊക്കെ അതിലേക്ക് കൂടിയല്ലേ വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ തന്നെ സന്നിധാനത്ത് നടക്കാൻ പോകുന്ന പരിശോധന, മുൻപും അവിടെ നടന്ന പരിശോധന, സാമ്പിൾ ശേഖരണവും പ്രത്യേക കമ്മീഷനൊക്കെ അവിടെ വന്നുള്ള അളവെടുക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ സ്ട്രോങ് റൂമിലെ പഴയ 2 വാതിലുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന തലത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുകയാണ്. അതായത് എല്ലാ തരത്തിലും ശബരിമലയിലെ എല്ലാ തരത്തിലുമുള്ള നടപടിക്രമങ്ങളിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ, അവിടെയൊക്കെ കൊള്ള നടന്നിട്ടുണ്ടോ, അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണം അതിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതല്ലേ ഈ നടപടികളൊക്കെ സൂചിപ്പിക്കുന്നതോ? അതെ, പുറത്തു വന്നത് ചെറിയ അംശം മാത്രമാണ്. എന്നാൽ അതിന് പിന്നിലേക്ക് പരിശോധന നീണ്ടാൽ കൂടുതൽ ഇടങ്ങളിൽ നിന്നും സ്വർണ്ണപ്പാളികൾ അടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്വർണ്ണ കൊടിമരം മാറ്റിയതിൽ അടക്കം ഇത്തരത്തിലുള്ള ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ തട്ടിപ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സംശയം വരുന്നു. അത്തരത്തിലേക്ക് കൂടുതൽ സൂചനകൾ ലഭ്യമാകുന്ന പശ്ചാത്തലമാണ് ഈ പരിശോധനയിലൂടെ ലഭ്യമാകുന്നതെങ്കിൽ ഒരുപക്ഷെ 2 കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും സ്ട്രോങ് റൂമിലെ പരിശോധനയിലൂടെ കൂടുതൽ ഈ വിഷയത്തിൽ വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SITയുടെ സംഘം ഇന്നലെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ശേഷം പരിശോധനയിലേക്ക് കടക്കും. ഇന്നത്തെ ഈ ഒരു പകൽ എന്നുള്ളത് വളരെ നിർണായകമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ അടക്കം പരിശോധിച്ച് അതിൽ വ്യക്തത വരുത്തി വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കും. പിന്നീട് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അടങ്ങുന്ന വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ എന്താണ് ഇന്ന് അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്താണ് എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തേക്ക് അറിയാനാകും. എന്തായാലും നമ്മൾ കണ്ടത് അല്ലെങ്കിൽ ഇതുവരെ കേട്ട് അറിഞ്ഞതിനപ്പുറത്തേക്ക് ഒരു വലിയ തട്ടിപ്പ്, വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രം മുതൽ വലിയ തോതിലുള്ള ആസൂത്രണത്തിലൂടെ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അക്രമിക്കടക്കം മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ചില വസ്തുക്കളുടെ സാന്നിധ്യം പുതിയ പാളികളിൽ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ നവീകരണത്തിനെന്ന വ്യാജേന പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിലെ സ്വർണം
അടക്കം ഉള്ളവ തട്ടിയെടുത്തുകൊണ്ട് നവീകരിച്ചു എന്നുള്ള പേരിൽ സ്വർണം പൂശി, അളവിൽ കുറവുള്ള സ്വർണം പൂശി തിരികെ എത്തിച്ച് തട്ടിപ്പാണ് നടത്തിയത്. വലിയ ഗൂഢാലോചന. കാരണം ഒരാളുടെയും ചിന്തയിൽ വരാത്ത അത്രയും തരത്തിലുള്ള ക്ഷേത്രം മുതൽ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. ഒരുപക്ഷെ കൂടുതൽ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല.